പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ എസ്എഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘടനം നിരവധി പേർക്ക് പരിക്കേറ്റു. തൃശൂരിന് പുതുവത്സര സമ്മാനമായി ഡബിൾ ഡെക്കർ ബസ് എത്തുമെന്ന് മന്ത്രി കെ രാജൻ. സുവോളജിക്കൽ പാർക്കിലും ഇലക്ട്രിക് KSRTC ബസ്സുകൾ വരും. ജാതി ആക്ഷേപം ഉന്നയിച്ച വെള്ളാപ്പള്ളി നടേശന് മറുപടി പറയാനില്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. വെള്ളാപ്പള്ളി പറഞ്ഞത് അദ്ദേഹത്തിന്റെ സംസ്കാരമാണെന്നും ഗണേഷ് കുമാർ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പ് ആരംഭിക്കുന്നു. വിശദമായ വാർത്തകൾ പരിശോധിക്കാം. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ SFI യൂത്ത് കോൺഗ്രസ് സംഘടനം നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ് ഇരുകൂട്ടരെയും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും പോലീസിന്റെ സാന്നിധ്യത്തിലും സംഘടനം തുടർന്നു. MES അസ്മാബി കോളേജ് പരിസരത്ത് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. ഇന്ന് കോളേജ് പരിസരത്തെത്തിയ യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹഫ്സലും സഹപ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിലാണ് സംഘട്ടനമുണ്ടായത്. സംഭവം അറിഞ്ഞെത്തിയ പോലീസ് ഇരുകൂട്ടരെയും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും പോലീസിന്റെ സാന്നിധ്യത്തിലും സംഘട്ടനം തുടർന്നു. പിന്നീട് കൂടുതൽ പോലീസ് എത്തിയാണ് അന്തരീക്ഷം ശാന്തമാക്കിയത്. സംഘട്ടനത്തിൽ പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. തൃശൂരിന് പുതുവത്സര സമ്മാനമായി ഡബിൾ ഡെക്കർ ബസ് എത്തുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. തൃശൂരിൽ നിന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള ആദ്യത്തെ ഡബിൾ ഡെക്കർ ബസിന്റെ ട്രയൽ റൺ പൂർത്തിയാക്കിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ് ജനുവരിയോടെ തൃശൂരിലെത്തും. 1.5 കോടി രൂപയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഈ ബസ്സിനായി അനുവദിച്ചിട്ടുള്ളത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലും ഇലക്ട്രിക് KSRTC ബസ്സുകൾ വരും. തൃശൂരിന്റെ നഗര കാഴ്ചകൾ കാണുന്നതിനുള്ള അവസരം ഒരുക്കുകയാണ് ഡബിൾ ഡെക്കർ ബസ്സിലൂടെയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇവിടെ സുവോളജിക്കൽ പാർക്ക് ആരംഭിച്ചപ്പോൾ അതിനകത്ത് ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കുന്നതിന് വേണ്ടി ഒരു നിർദ്ദേശത്തിന് വേണ്ടി അദ്ദേഹവുമായി നേരത്തെ സംസാരിച്ചിരുന്നു. ഇതിനകത്ത് 4.5 കിലോമീറ്ററിലധികം യാത്രയുണ്ട് എന്നുള്ളതുകൊണ്ട് ആവശ്യക്കാർക്ക് ഇടവേളയിൽ കയറാനും ഇറങ്ങാനും പറ്റുന്ന വിധത്തിൽ 3 KSRTC ബസ്സുകൾ തുടർച്ചയായിട്ട് ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കുക. കണ്ടക്ടർ ഉണ്ടാകില്ല. ഒരു പൊതുസംഖ്യ അതിന് അടയ്ക്കേണ്ടി വരും. എവിടെ നിന്നും കയറാം, എവിടെയും ഇറങ്ങാം. ഒരു ദിവസത്തേക്ക് ഒരു തവണ പണം കൊടുത്താൽ മതി എന്നുള്ള നിലവാരത്തിലാണ് നമ്മൾ തയ്യാറാക്കിയത്. അന്നൊരാശയം ബഹുമാനപ്പെട്ട മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. തിരുവനന്തപുരത്തും എറണാകുളത്തും ഉള്ളതുപോലെ ഒരു ഡബിൾ ഡെക്കർ ബസ് തൃശ്ശൂരിലും. പക്ഷെ അത് അത്ര എളുപ്പം സാധ്യമാകുമോ എന്നറിയില്ല. നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ നിയമസഭ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ ചെന്ന് ഒരു നിവേദനം എന്നുള്ള നിലയിൽ, സാധാരണ മന്ത്രിമാരും നിവേദനം സമർപ്പിക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു കത്ത് കൊടുത്ത് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം എന്ന് പറഞ്ഞു. എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അപ്പം തന്നെ MD വിളിച്ചു വരുത്തി ഇന്ന് തന്നെ ബസ്സിന് ഓർഡർ ചെയ്യണം എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തു. 1.5 കോടി രൂപ ചിലവ് വരും. അത് KSRTC ഏത് വിധത്തിലാണെങ്കിൽ സംഘടിപ്പിച്ചെടുക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്ന് KSRTCയുടെ MD ഇപ്പോൾ അറിയിച്ചു. അദ്ദേഹം തന്നെ ഇന്ന് നേരിട്ട് വന്ന് കേബിളും ഇലക്ട്രിക് ലൈനും ഒക്കെ എങ്ങനെ മാറ്റിയാലാണ് ഇത് കൊണ്ടുവരാൻ പറ്റുക എന്ന് നോക്കണം എന്ന് കരുതി അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് ഇവിടെ ഈ യാത്രയിൽ പരിശോധന നടത്തി. തൃശ്ശൂരിനൊരു പുതിയ അത്ഭുതമായിട്ട് 2026 ജനുവരി മാസത്തിൽ ഒരു പുതുവത്സര സമ്മാനമായി, ജനുവരി മാസത്തിൽ, ദിവതിയൊന്നും ഇപ്പോൾ പറയണ്ട, ജനുവരി മാസത്തിൽ ഒരു പുതുവത്സര സമ്മാനമായി അത് സമ്മാനിക്കും എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ബസ് യാത്രയുടെ ഫ്ലാഗ് ഓഫ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. തൃശൂർ രാമനിലയത്തിൽ രാവിലെ ആരംഭിച്ച യാത്ര സ്വരാജ് റൗണ്ട് ചുറ്റി മണ്ണുത്തി കുട്ടനെല്ലൂർ വഴി പുത്തൂർ സുവോളജിക്കൽ പാർക്കിനുള്ളിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം
ഉച്ചയ്ക്ക് 12ഓടെയാണ് മടങ്ങിയത്. മന്ത്രിമാരോടൊപ്പം പി ബാലചന്ദ്രൻ MLA, തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹനൻ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വർഗീസ് കണ്ടംകുളത്തി, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ട്രയൽ റൺ ഡബിൾ ഡെക്കർ ബസ് യാത്രയിൽ പങ്കാളികളായി. മീഡിയ ടൈം, തൃശൂർ. ഗണേഷ് കുമാറിനെതിരെ ജാതി-ആക്ഷേപം ഉന്നയിച്ച വെള്ളാപ്പള്ളി നടേശന് മറുപടി പറയാനില്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. പ്രായവും പക്വതയുമില്ലാതെ പറയുന്നതിന് താൻ മറുപടി പറയേണ്ട കാര്യമില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞത് അദ്ദേഹത്തിന്റെ സംസ്കാരമാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. പ്രസക്തമായ കാര്യങ്ങളല്ല ആദ്യമായിട്ടാണ് പുള്ളി വിമർശിക്കുന്ന ആൾക്കാർ. അവരവരുടെ സംസ്കാരം അനുസരിച്ച് അവർ സംസാരിക്കും. എല്ലാവർക്കും അതേ സംസ്കാരമാണ് അല്ലല്ലോ. ആ സംസ്കാരം ആളുകളും തിരിച്ചറിഞ്ഞാൽ മതി. അതിന് മറുപടി ഞാൻ പറയാനില്ല. ആ ലെവലല്ല എൻ്റെ ലെവൽ. പ്രായവും പക്വതയൊന്നും ഇല്ലാതെ കൾച്ചറില്ലാത്തവർ പലതും സംസാരിക്കും. അതിന് മറുപടി പറയേണ്ട കാര്യം നമുക്കില്ല. നമ്മൾ ആ ലെവലിലേക്ക് താഴെ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഇന്ന് കന്നിമാസത്തിലെ ആയില്യം. നാഗാരാധനയ്ക്ക് വിശേഷ ദിവസമായി കരുതപ്പെടുന്ന ആയില്യം ദിനത്തിൽ മാള വടമ പാമ്പുമേക്കാട്ട് മനയിൽ ദർശനം നടത്താൻ നൂറുകണക്കിന് ഭക്തർ എത്തി. സർപ്പദോഷം മാറാനും രോഗശമനത്തിനും ഈ ദിവസം സർപ്പാരാധന നടത്തുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം. മാള സ്നേഹഗിരി ഹോളി ചൈൽഡ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക ഭക്ഷ്യദിനാചരണം നടന്നു. PTA പ്രസിഡന്റ് PK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലോറൻസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ ഡൊണാൾഡ് D സിൽവ, MPTA പ്രസിഡന്റ് സന്ധ്യ KK, സ്റ്റാഫ് പ്രതിനിധി ജൂലിയറ്റ് M പൗലോസ് എന്നിവർ സംസാരിച്ചു. ജങ്ക് ഫുഡിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിച്ച് പോഷകമൂല്യമുള്ള ആഹാര ശൈലിയിലേക്ക് പുതുതലമുറയെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രക്ഷിതാക്കളെ ഉൾപ്പെടുത്തി നടത്തിയ ഫുഡ് ഫെസ്റ്റ് മത്സരത്തിൽ 20ഓളം ടീമുകൾ പങ്കെടുത്തു. ഇന്ധനം ഉപയോഗിക്കാതെയുള്ള മത്സരമാണ് സംഘടിപ്പിച്ചത്. തുടർന്ന് വിശക്കുന്നവർക്ക് അന്നമെത്തിക്കുക എന്ന സന്ദേശം പകർന്നു നൽകി മേലടൂർ പാതയം പദ്ധതിയിലേക്ക് 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ പൊതിച്ചോറ് വിതരണം ചെയ്തു. ജനാധിപത്യത്തിന്റെ 4ാം തൂണായ മാധ്യമങ്ങൾ 5ാം പത്തിയായി അധപതിച്ചുവെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശശികുമാർ. റേറ്റിംഗിനായി പായുന്ന വാർത്താ മാധ്യമങ്ങളുടെയും ഇടയിൽ സത്യത്തിനു വേണ്ടി നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകത മാധ്യമ സമൂഹം മറന്നുപോകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. MES ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി സമകാലിക ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യവും ധാർമ്മികതയും എന്ന വിഷയത്തിൽ നടന്ന പ്രഭാഷണം കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് VM ഷൈൻ അധ്യക്ഷനായി. ചടങ്ങ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് ഉദ്ഘാടനം ചെയ്തു. MES തൃശൂർ ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് ഷമീർ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ NH നിർമ്മാണത്തിലെ അലംഭാവത്തിനും അനാസ്ഥയ്ക്കുമെതിരെ പ്രതിഷേധ മാർച്ചും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് വിനോദ് കക്കറ, യൂത്ത് വിംഗ് സെക്രട്ടറി പ്രശാന്ത്, യൂത്ത് വിംഗ് ട്രഷറർ അൻസിൽ എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷേധ യോഗം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി TK ഷാജി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ KJ ശ്രീജിത്ത്, PK സത്യശീലൻ, അജിത് കുമാർ, സാജു, മൊഹിയുദ്ദീൻ, രാജീവൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. പലസ്തീൻ ജനതയ്ക്കു നേരെ നടക്കുന്ന വംശഹത്യക്കെതിരെ പുരോഗമന കലാസാഹിത്യ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. KT കുഞ്ഞിക്കണ്ണൻ പലസ്തീൻ ചരിത്രവും രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് VD പ്രേം പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് TA ഇക്ബാൽ, MN വിനയകുമാർ, കവി C രാവുണ്ണി എന്നിവർ സംസാരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം നടത്തി. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ കലോത്സവം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ സിനി ജെയ്സൺ, TK പത്മനാഭൻ, ICDS സൂപ്പർവൈസർ PM സൗമ്യ,
അങ്കണവാടി വർക്കർ PK അമ്മിണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കുഴൂർ തുമ്പരശ്ശേരി ഇടവകയിൽ കുരുക്കഴിക്കുന്ന മാതാവിന്റെ തിരുനാൾ ഒക്ടോബർ 19 ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മണിക്ക് അഭിമന്യ പിതാവ് മാർ പോളി കണ്ണുകാട് പിതാവാണ് തിരുനാൾ വിശുദ്ധ കുർബാനയിൽ സന്ദേശം നൽകുന്നത്. അതോടുകൂടെ ഊട്ട് നേർച്ചയും നമ്മൾ ആരംഭിക്കും. രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെ നമുക്ക് പള്ളിയിൽ ഊട്ട് നേർച്ചയുണ്ട്. ഏകദേശം 15,000-ലധികം ആളുകളെ തിരുനാൾ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, എല്ലാ വിശ്വാസികൾക്കും വേണ്ട സൗകര്യങ്ങൾ എല്ലാം തന്നെ പള്ളിയിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കുഴൂർ പഞ്ചായത്തിൻ്റെ വലിയ സഹകരണം കൂടെ നമുക്കുണ്ട്. ആരോഗ്യ പ്രവർത്തകർ, ആരോഗ്യ മേഖലയിലുള്ളവർ കൂടെ സഹായിക്കാനുള്ള പറഞ്ഞിട്ടുണ്ട്. 17 വെള്ളിയാഴ്ച തിരുനാളിന് കൊടിയേറും. ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ ഫാദർ ജോസ് മാളിയേക്കൽ കൊടിയേറ്റം നിർവഹിക്കും. ഞായറാഴ്ച നടക്കുന്ന തിരുനാൾ കർമ്മങ്ങൾക്ക് ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ലിജോ മണിമലക്കുന്നേൽ, ഷാജു ഡേവിസ് പള്ളിപ്പാടൻ, ഷൈജു കുടിയൻ, റിജേഷ് കളപ്പറമ്പ്, ദേവസി പള്ളിപ്പാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി 74-കാരി മരിച്ചു. വടക്കേത്തറവ് സ്വദേശി വത്സല ആണ് മരിച്ചത്. മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വള്ളിക്കുന്ന് ക്ഷേത്രത്തിലേക്ക് പോകാനാണെന്ന് പറഞ്ഞാണ് വത്സല വീട്ടിൽ നിന്നിറങ്ങിയത്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ SFI യൂത്ത് കോൺഗ്രസ് സംഘടനം. നിരവധി പേർക്ക് പരിക്കേറ്റു. തൃശൂരിന് പുതുവത്സര സമ്മാനമായി ഡബിൾ ഡെക്കർ ബസ് എത്തുമെന്ന് മന്ത്രി K. രാജൻ. സുവോളജിക്കൽ പാർക്കിലും ഇലക്ട്രിക് KSRTC ബസ്സുകൾ വരും. ജാതി ആക്ഷേപം ഉന്നയിച്ച വെള്ളാപ്പള്ളി നടേശന് മറുപടി പറയാനില്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. വെള്ളാപ്പള്ളി പറഞ്ഞത് അദ്ദേഹത്തിന്റെ സംസ്കാരമാണെന്നും ഗണേഷ് കുമാർ. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.